കൊല്ലം ജില്ലയിൽ വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലം കണ്ടാലോ. നമ്മളിപ്പോൾ ഉള്ളത് പാലരുവി വാട്ടർഫാൾസിലാണ്. തെന്മലയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററാണ് പാലരുവി വാട്ടർഫാൾസിലേക്കുള്ളത്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ കാടാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, മരങ്ങൾ കൊണ്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടർ വരെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ എന്തോ ഏകദേശം ഉണ്ട്. കറക്റ്റ് അതെനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ബസ്സൊക്കെയാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 200, പിന്നെ മിനി വാന് 150, കാറും ജീപ്പും ഒക്കെ ആണെങ്കിൽ 60, പിന്നെ 2 വീലറിന് ഓട്ടോയ്ക്കൊക്കെ 25 ആണ് ഇവിടെ പാർക്കിംഗ് ഫീ. ഇതാണ് ടിക്കറ്റ് റേറ്റ്. നമ്മളവിടെ ക്യൂ ഏരിയയിൽ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് ബസ്സിലാണ് പോകുന്നത്. മുകളിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. അഡൾട്ട്സിന് 70 രൂപയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ബസ്സിലാണ് നമ്മളെ ഇവിടെ നിന്ന് അവിടെ വരെ കൊണ്ടുപോകണം. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം വാട്ടർഫാളിലേക്കുണ്ട്. ഇവിടെ കേരള വനം വകുപ്പിൻ്റെ അണ്ടറിലാണ് ഈ പാലരുവി വാട്ടർഫാൾസ് ഉള്ളത്. അപ്പോൾ അവരുടെ തന്നെ ബസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇനിയിപ്പം ബസ്സിൽ കയറി പോകണം. ഈ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ ഇങ്ങനെ ബസ് ഇട്ടേക്കും. അപ്പോൾ നമുക്ക് അതിൽ കയറി പോവാം. ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് 1 മണിക്കൂറാണ് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പരിചയമില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ കൂടെ കാടിനുള്ളിലൂടെ ബസ് യാത്ര നടത്തി പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെയൊക്കെ കാണപ്പെടുന്ന തേക്ക് മരങ്ങൾക്ക് വളരെയധികം വർഷം പഴക്കം ഉണ്ടെന്നാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത്. എന്തായാലും കാടിനുള്ളിലൂടെയുള്ള യാത്ര എന്ന് പറയാൻ അത് പറഞ്ഞ് വർണ്ണിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ കാറ്റാടി തണലും ആ പാട്ടൊക്കെ ഇല്ലേ, ആ ഒരു വൈബൊക്കെ തോന്നി ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ പോയപ്പോൾ. ഇവിടെ ഇപ്പോൾ നിലവിൽ 3 or 4 ബസ്സാണുള്ളത്. കറക്റ്റ് എത്രയാണെന്ന് എനിക്ക് ഐഡിയ ഇല്ല. അങ്ങനെ ഒരു ലഘു യാത്രയ്ക്ക് ശേഷം നമ്മൾ പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്സ് കയറിപ്പോയാൽ വെള്ളച്ചാട്ടമായി. ഈ ഫ്രണ്ടിൽ കാണുന്നത് ഒരു കഫേയാണ്. കഫേ അല്ല, ഒരു ക്യാൻറ്റീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. ഇപ്പോഴത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫോൺ മാറ്റി വയ്ക്കുകയാണ്. കാരണം ഇവിടെ നിറച്ച് കുരങ്ങന്മാരുണ്ട്. അവന്മാർ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ പിന്നെ എൻ്റെ വ്ളോഗൊന്നും കാണുന്നതല്ല. കൂടുതലും ഫാമിലിക്ക് വരാൻ പറ്റിയ ഒരു പ്ലേസാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് റഷുണ്ട്. മാത്രമല്ല വെക്കേഷനൊക്കെ കഴിയുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാവരും വരുന്നത് കൊണ്ടും നല്ല റഷുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വരിക ഇങ്ങോട്ട് വരുമ്പം. പിന്നെ നമുക്ക് ലേഡീസിനും വേണമെങ്കിൽ ഇവിടെ ബാത്ത് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. 3 ഏരിയ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ജെൻസ് ബാത്തിങ് ഏരിയ, ലേഡീസ് ബാത്തിങ് ഏരിയ, പിന്നെ ഫാമിലി ബാത്തിങ് ഏരിയ. ഇതിലിപ്പോൾ ജെൻസിൻ്റെ ബാത്തിങ് ഏരിയയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം അവിടെ വെള്ളം ഇങ്ങനെ വീണ് കുഴിഞ്ഞ് ഒരു രീതി ആയതുകൊണ്ട്. ഇതാണ് ജെൻസ് ബാത്തിങ് ഏരിയ. അപ്പോൾ അവിടെ ഇപ്പോൾ എൻട്രി അലൗഡ് അല്ല, ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ലേഡീസ് ബാത്തിങ് ഏരിയയിലും ഇപ്പോൾ ജെൻസും ഒക്കെ പോകുന്നുണ്ട്. ലേഡീസ് ബാത്തിങ് ഏരിയ എന്ന് പേരേ ഉള്ളൂ. അവസാനം ഇതിന് മുകളിലെത്തി. മലയുടെ മുകളിൽ നിന്ന് ശരിക്കും പാല് പൊട്ടി ഒഴുകുന്ന പോലെയാണ് ഈ ഒരു വാട്ടർഫാൾസ് ഇങ്ങനെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നത്. നല്ല തൂവെള്ള കളറിൽ. ഇങ്ങനെ താഴോട്ട് ഒഴുകി വരുന്നിടത്ത് തന്നെ നമുക്ക് ബാത്തിങ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വന്ന് കുളിക്കാവുന്നതാണ്. പിന്നെ വലിയ ആഴവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാലും വലിയ അപകട സാധ്യതയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഫാമിലീസ് കൂടുതലായും വരുന്നുണ്ട്. സ്കില്ലാണ്. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ. ഇവിടെ പക്ഷേ ബസ്സിൽ കൂടെ വരുന്ന ആ സംഭവമുള്ള നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ
ഒക്കെ ഒരു ഉച്ച സമയത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂട് അനുഭവപ്പെടത്തില്ല. കാരണം മരങ്ങളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ആ ചൂട് നമുക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റത്തില്ല. വെയിലുണ്ടെങ്കിലും ഒരു തരം തണുപ്പുമുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടൊക്കെ പോവാം. എന്തൊരു ഇരുത്തത്. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ സ്ട്രീംസ്, അതായത് വാട്ടർഫാൾസിന്റെ ബാക്കി നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് അങ്ങോട്ട് 4 കിലോമീറ്ററാണ് പോകാനുള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്തില്ലേ, അവിടെ നിന്ന് 4 കിലോമീറ്ററാണ് അങ്ങോട്ട് പോകാനുള്ളത്. പിന്നെ ഈ കാട്ടിൽ കൂടുള്ള ബസ്സിൽ ഇരുന്നിട്ടുള്ള യാത്ര സൂപ്പറാണ്, ഒരു വാക്കും പറയാനില്ല. അത് നിങ്ങൾ വന്ന് തന്നെ അറിയണം. ഞാനിനിയിപ്പോൾ എത്രയൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞാലും നിങ്ങളെ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. അങ്ങനെ അടുത്ത ട്രിപ്പിന് വേണ്ടി നമ്മളെ കൊണ്ടുവിട്ട ബസ് പോയി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. അവിടെ നമുക്ക് അകത്തോട്ട് വണ്ടി കൊണ്ടുപോകാൻ സമ്മതിക്കാത്തതെന്ന് വെച്ചാൽ അവിടെ പാർക്ക് ചെയ്യാൻ ആക്ച്വലി സ്ഥലമില്ല. പിന്നെ നമ്മൾ കുറച്ച് സാമൂഹിക വിരുദ്ധരൊക്കെ വരുമല്ലോ, അതൊക്കെ വിചാരിച്ചിട്ടാണ്. പിന്നെ കാട് ഏരിയയാണ്, ചെറുതായിട്ടുള്ള റോഡാണ്. അതിപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വണ്ടി ഓടിച്ചാലേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ വാഹനങ്ങൾ അങ്ങോട്ട് കയറ്റി വിടാത്തതെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വിലയേറെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേക്കണേ. സോ ഗൈസ്, ബൈ ഫ്രം തങ്കി വ്ലോഗ്സ്.